പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്ന് കാണുന്ന വരം വ്യാഖ്യാന വരവാണ്. വ്യാഖ്യാന വരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് 1 Corinthians 2:9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. അപ്പൊ ഈ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തുണ്ടെന്ന് അറിയാവാ? യേശുക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട്. 1 Corinthians 2:11 മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ ദൈവാത്മാവിന്റെ കൂടെ നമ്മുടെ ആത്മാവ് കൂടി ചേരുമ്പോഴാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കർത്താവിനോട് യോജിക്കുന്നവൻ അവനോട് ഏകാത്മാവായി തീരുന്നില്ലേ? 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇപ്പൊ ഏകാത്മാവ് അപ്പൊ ചിന്തകൾ നേരത്തെ ചോദിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവ് ഭാഷാപരത്തിൽ കർത്താവിൻ്റെ ആത്മാവോട് യോജിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സറിയുന്നൊരു സംഭവമുണ്ട്. എഫേസ്യർ 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സങ്ങളാണ്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം ഈ കർത്താവുമായി സംയോജിക്കുന്ന അവനോട് ഏകാത്മാവായി തീരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് കർത്താവ് അറിവ് തരും. കർത്താവിൻ്റെ മനസ്സ്. അപ്പോൾ അതിന് എനിക്കിത് നല്ലവണ്ണം അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ, എൻ്റെ ക്രിസ്ത്യൻ ഫ്ലോക്ക് ആർട്സിൻ്റെ ഹോണറി ഡോക്ടറേറ്റ് കിട്ടിയേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ മധുരയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാൻ അമ്മയാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാടിപ്പിട്ടി പോയില്ലേ. അവിടെ ചെന്നപ്പോൾ നന്ദി പറയാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഫെയിൻ്റാകുന്ന പോലെ തളർന്നു പോയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ദൈവത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ നല്ലവണ്ണം ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഓരോരുത്തരെ പേടിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നീ നിന്നോട് ചെയ്ത ഡ്യൂട്ടി നിനക്ക് മരണം വരെ ഉത്തരപ്പ് കടവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പള്ളി ചെന്നിട്ട് പള്ളിയുടെ ഇളം തന്നെയെന്ന് ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ അകത്തോട്ട് കയറിയില്ല. അവിടം വരെ 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എന്നാണ് കൊന്തൊക്കെ ചെല്ലി, അകത്ത് ചെല്ലിയില്ല. അപ്പം എനിക്കത് മനസ്സിലായി. ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയാൻ തുടങ്ങി. ആ പറയാൻ തുടങ്ങിയ പ്രാർത്ഥന
ഞാൻ മറന്നു പോകാതെ പഠിച്ച് നാട്ടിൽ വന്ന് എഴുതി 10,000 കോപ്പികൾ ഇറക്കി. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി 10,000 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി എന്ന് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ അതോടെ പറഞ്ഞത് അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഉടമ്പടി പുസ്തകം എഴുതാനൊക്കെ വെറും 60 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത്. 200 പേജുകൾ. നമ്മൾ ഈ ദൈവമേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ വെളിപാട്, അതുകൊണ്ട് ഞാൻ മുരിങ്ങൂർ ഒരു ലോക മലയാള കരിസ്മാറ്റിക് സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. കരിസ്മാറ്റിക് വെച്ചാൽ മാതാവിൻ്റെ വെളിപ്പെട്ടിട്ടുള്ള കരിസ്മാറ്റിക് സരണികളാണ് കൃപാസനത്തിൽ നമ്മുടെ സഭയുടെ വഴി നടത്തലിന് വേണ്ടി മനുഷ്യന് ഉപദേശമായിട്ടും അറിവായിട്ടും കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി വ്യാഖ്യാനപരമെന്നാണ് പറയണത്. എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ലോകം എന്തുമാത്രം മനുഷ്യരായി ഇപ്പം നോൺ ക്രിസ്ത്യൻസ് പോലും കർത്താവിനെ അറിയണതിൻ്റെ പേര്. ആരെയും നമ്മൾ ജ്ഞാനസാരപ്പെടുത്തുകയൊന്നും ചെയ്യണില്ല, അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ദം ജീസസ് എന്ന് പറയുന്നത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക. അതിനുള്ള വഴികൾ ദൈവം തരുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നിങ്ങളും നല്ല വരപ്രസാദമുള്ള ജീവിതം നോക്കാൻ, നമ്മൾ വരപ്രസാദം എന്ന് പറഞ്ഞതല്ല, എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് വരപ്രസാദത്തിൻ്റെ വിവിധ പ്രയോഗ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ആത്മാവിൽ വളരാൻ ഇതെല്ലാം ഉപയോഗിക്കണം. ഓരോ ദിവസത്തെ ടോക്കുകൾ ഒരു 3-4 പ്രാവശ്യം കേട്ട് നിങ്ങൾ ആത്മീയമായി ദൈവത്തിൽ വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ആയിരിക്കും പപ്പയ്ക്ക് അറ്റാക്ക് വന്നു നവംബർ 15 ഗ്യാസിൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയപ്പം അറ്റാക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വൈകുമായിരുന്നെങ്കിൽ പപ്പ ഇന്ന് മരണപ്പെട്ടേനെ. അപ്പോൾ പപ്പയുടെ 2 ബ്രദേഴ്സിന് ഇങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ട്. കഴിഞ്ഞ വർഷം മരണപ്പെട്ടതാണ്. അപ്പം അന്ന് ഞാൻ ഇത്രയും വലിയ ഒരു സഹനം ചോദിച്ചില്ലായിരുന്നു. എനിക്ക് ഇതൊരു പപ്പയ്ക്കൊരു അടയാളം തന്നെ ആയിരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഒരു ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ പള്ളിയിലേക്ക് ഓടി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പപ്പയ്ക്ക് 90% ബ്ലോക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ പപ്പേനെ കിട്ടത്തില്ലായിരുന്നു. അത് അമ്മയും ഈശോയും പപ്പയ്ക്ക് കൊടുത്തൊരു അടയാളമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തപ്പം പപ്പയ്ക്ക് ഒരു ധൈര്യം കൊടുക്കണമെന്നാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത്. ഇനി പേടിച്ചിട്ട് വല്ലതാവോ എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേടി. അതിനൊതുങ്ങുന്ന പൈസയും എല്ലാം അപ്പം മാതാവും ഈശോയും റെഡിയാക്കി തന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട്, എൻ്റെ പപ്പായെ എനിക്ക് തിരിച്ചു തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ 1-ാം തീയതിയാണ് ഞാൻ ഖത്തറിന് പോകുന്നത്. അതുപോലെ മെഡിക്കലും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചിന് 1 മാസം എടുത്തിട്ടാണ് മെഡിക്കൽ ക്ലിയർ ആയത്. അപ്പം ഞാൻ ശനിയാഴ്ച ദിവസം നോക്കിയെടുത്ത് എല്ലാം മാതാവിൻ്റെ ദിവസങ്ങളിലാണ് നടന്നത്. അതിന് എല്ലാത്തിനും നന്ദി പറയുന്നു. പിന്നീട് എനിക്കൊരു 2 വിസ്ഡം ടൂത്ത് വരുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ റിമൂവ് ചെയ്തു, ഒരു സൈഡിൽ റിമൂവ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു 1 വീക്ക് റെസ്റ്റ് വേണം. അപ്പം ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടില്ല. അപ്പോൾ ഒരു 3-3.5 വർഷമായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് പെയിനും നീരും, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് എൻ്റെ ലാസ്റ്റ് വേദന വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, മാസം അവസാനമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നും ഈ ആൻറ്റിബയോട്ടിക്കാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കിനി മരുന്ന് കഴിക്കാൻ വയ്യ, എൻ്റെ കയ്യിൽ പൈസയില്ല, ഇത് അമ്മ മാറ്റിത്തരണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. എനിക്കിത് മാറ്റി തന്നേ പറ്റുള്ളൂ. ഞാനൊരു 3 ദിവസം തൈലം പൂശി പ്രാർത്ഥിച്ചു കവിളിൽ, പിന്നെ ഉപ്പ് ഗാർഗിൾ ചെയ്തു. അങ്ങനെ ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ആ പല്ലിന് അവിടെ സ്ഥലം വന്നു, എന്തോ മാതാവ് അത് ക്രമീകരിച്ചു. അതിനും മാതാവിന് ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ അങ്കിള് മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് പൊട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, തന്നെ ശരിയായിക്കോളും, വാട്ടർ ബെഡിൽ കിടത്താൻ പറഞ്ഞു.
അപ്പം എൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു അങ്കിളാണ്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് കാണാൻ ചെല്ലാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. മിനിമം 6 മന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞ്. പക്ഷേ 1 മന്ത് ആയി കഴിഞ്ഞപ്പം ആളെണീറ്റ് നടക്കാൻ തുടങ്ങി, വണ്ടി ഓടിക്കും, ഇപ്പോൾ പോകാത്ത സ്ഥലങ്ങളില്ല. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ ചേച്ചിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞിന് വളർച്ചയില്ലെന്ന് പറഞ്ഞിരുന്നു. അതിന് ഞാൻ തൈലം പൂശി, എൻ്റെ വയറ്റിൽ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വേറൊരു ചേച്ചിക്ക് ഇസ്രായേലിൽ പോകാനുള്ള ക്ലിയറൻസിനും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അവർ ചോദിക്കാതിരിക്കാൻ ഞാൻ ലൈറ്റ് കണ്ടിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവരൊന്നും ചോദിച്ചില്ല. അതുപോലെ യുദ്ധസമയത്ത് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരു കുഴപ്പമില്ലാതെ ചേച്ചി ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു. അതുപോലെ ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയമായ വളർച്ച തന്നെയാണ്. എന്നെ കാണുന്നവർ ചോദിക്കും ഇത് ഞാനാണോ എന്ന്. കാരണം ലൗകികമായ കാര്യങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടിയാണ് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചത്. ആദ്യം ഉടമ്പടി എടുത്തപ്പോഴൊക്കെ കുറേ സഹനങ്ങളായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ഇല്ല ഈശോ എനിക്ക്, ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല, പക്ഷേ ഈശോ എനിക്ക് എന്തെങ്കിലും നല്ലതിനായിരിക്കും. കാരണം പണ്ട് മുതലേ ഈശോയെ എനിക്കറിയാം, മാതാവിനെ എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ കാര്യം കാണുമ്പം പോകും വരും, അത്രേ ഉള്ളൂ. പക്ഷേ കൃപാസനമാണ് എനിക്ക്. ബാക്കിയെല്ലാം കുറേ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്നെ ഞാൻ കാണുന്നൊരു ഈശോ എന്നെ ശിക്ഷിക്കുന്ന, പാപം ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ഈശോയാണ്. പക്ഷെ കൃപാസനമാണ് എന്നെ സ്നേഹത്തോടെ കരുണ കാണിക്കാൻ മാത്രം അറിയുന്നൊരു ഈശോ എനിക്ക് കാണിച്ചു തന്നത്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്, ഞാൻ ഓരോ വരവിനും 6ഉം 4ഉം കെട്ട് പത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുമായിരുന്നു. അക്രൈസ്തവർക്ക്, ബാംഗ്ലൂരാണ് ജോലി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ അക്രൈസ്തവരായ ഓട്ടോക്കാർക്കും പള്ളികളിലും ഒക്കെ ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അവിടെ പോയി പൊതിച്ചോറ് വിതരണം ചെയ്യുകയും, ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ കാണാൻ പോവുകയും, പിന്നെ എൻ്റെ കൊളീഗ്സിൻ്റെ ഇടയിൽ ക്ലോത്ത്സൊക്കെ കളക്ട് ചെയ്ത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാത്തിലും സഹനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കൃപയാണ് എനിക്ക് തന്നത്. പണ്ടൊക്കെ ചെയ്യണം, ഒരാളെ കാണുമ്പോൾ പാവം തോന്നുമായിരുന്നു, പാവപ്പെട്ടവരെ കാണുമ്പോൾ. പക്ഷേ പ്രവൃത്തിയിൽ കാണിക്കാൻ എന്നെ ഉടമ്പടി സഹായിച്ചു, ഈശോയോട് കൂടുതൽ അടുക്കാനും. അതുപോലെ ഒത്തിരിയേറെ ബോധ്യങ്ങൾ. ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, ഭയങ്കര ഇമോഷണലായ ആളാണ്. അപ്പം അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകൾ ഇരുന്ന് കാണുമ്പോഴും ഞാൻ ഓരോന്ന് നോട്ട് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും പിന്നത്തെ ടോക്കിൽ അച്ഛൻ പറയുന്നത്. അത് പരിശുദ്ധാത്മാവ് വഴി എനിക്ക് തന്ന ഓരോ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പത്രം വിതരണം ചെയ്യാൻ എനിക്ക് മടികളോ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. ആദ്യം മുതലേ ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഒരു സാധനം വേണം, ആശയോടൊക്കെ ഞാൻ വെച്ചിട്ടാണ്, ആ പൈസ കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെ സഹായിച്ചിരുന്നത്. അതുപോലെ 3ാമത്തെ തവണ വന്നപ്പം എനിക്ക് പത്രം വാങ്ങാനും ഇവിടെ വരാനും, ഇവിടെ ബാംഗ്ലൂർ തൊട്ട് ഇവിടെ വരെ വരുന്നാനുള്ളൊരു ചിലവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പോൾ പപ്പ എനിക്ക് ആകെ വാങ്ങിത്തന്നൊരു മാല ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ പപ്പയടുത്ത് പറഞ്ഞ് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞ്. പക്ഷേ ഇന്ന് അതിന് ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പപ്പയടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടൊക്കെ ഉപരി ഇന്ന് മാതാവ് എൻ്റെ ഇരട്ടി എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല, മാതാവ് ഈശോ എനിക്ക് ഇരട്ടി തരുന്നുണ്ട്. ഇന്ന് വരെ നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ മരണം വരെ, നിത്യത വരെ ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ അറിയുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നതിനും മരണം വരെ ഈശോയുടെ സ്നേഹത്തിൽ വളരുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു, എന്നെ ഈ കൃപാസന അൾത്താരയിൽ നിർത്തിയതിന്. എനിക്ക് പറയാനുള്ള സാക്ഷി എന്നാന്ന് വെച്ചാൽ, എൻ്റെ മകളാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, തിരിവെച്ച് പ്രാർത്ഥിക്കണമെന്നും അറിയില്ല. എന്നാലും മകൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന്
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ കാനഡയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്, +2 കഴിഞ്ഞിട്ട്. അവനപ്പോൾ ജോലി അവിടെ ഭയങ്കര പാടായിരുന്നു കിട്ടാനായിട്ട്. അങ്ങനെ അവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 2 മണിക്കൂർ ദൂരം പോയി ജോലി ചെയ്തിട്ട് വേണമായിരുന്നു അവന് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ രാത്രി 11 മണിക്ക് അവന് ഷോപ്പ് അടയ്ക്കത്തുള്ളൂ.